ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. ഇനി നമുക്ക് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കുറച്ച് പഠിക്കാനുള്ളൂ, പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ കീഴിൽ രൂപവൽക്കരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു ഇന്ത്യൻ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. അപ്പൊ അത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാണ്. ആ കമ്മിറ്റി ഏതായിരുന്നു? അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പൊ അത് ഏത് മിഷൻ പ്രകാരമായിരുന്നു? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഓക്കെ, 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അധികം ആരും കേൾക്കാത്തൊരു പോയിന്റ് ആണ്, ഈ സഭ 13 കമ്മിറ്റികൾ ചേർന്നതായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? മൊത്തം 13 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഈ സഭയിലെ അംഗങ്ങളിൽ പ്രാദേശിക നിയമസഭകളിൽ നിന്നും അവയിലെ അംഗങ്ങൾ തെരഞ്ഞെടുത്തവരും നാട്ടുരാജ്യങ്ങളുടെയും മറ്റു പ്രദേശങ്ങളുടെയും പ്രതിനിധികളും ഉണ്ടായിരുന്നു. അപ്പൊ നിയമസഭകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളില് മറ്റുള്ള പ്രദേശങ്ങളുടെ ഒക്കെ പ്രതിനിധികള് എല്ലാവരും ഉൾപ്പെടുന്നതായിരുന്നു ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭയുടെ അംഗത്വം പിന്നീട് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ 299 അംഗങ്ങളായി ചുരുങ്ങി. ആ രണ്ടും ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം 389 അംഗങ്ങളായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യ പാക്ക് വിഭജിച്ചു അല്ലെ. അപ്പൊ എത്രയായി? 299 പേരായിട്ട് ചുരുങ്ങി. ഇതാണ് നമ്മുടെ കഴിഞ്ഞൊരു പരീക്ഷയിൽ, ഇപ്പോൾ നടന്നിട്ടുള്ള പരീക്ഷകളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ എത്ര അംഗങ്ങളായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായത്? 299 അംഗങ്ങളായിരുന്നു. മുമ്പുണ്ടായിരുന്നത് 389 അംഗങ്ങളായിരുന്നു. ഓക്കെ, ഇനി സഭയുടെ ഉദ്ഘാടന യോഗം 1946 ഡിസംബർ 9 ചേർന്നു. 1949 നവംബർ 26 വരെ സഭ പ്രവർത്തിച്ചു. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടല്ലോ, 1946 ഡിസംബർ 6 ഇത് ഫോം ചെയ്യുന്നത്. അത് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. 1946 ഡിസംബർ 6 ഫോം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നതാണ് 1946 ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് വിളിച്ചു. ഇത് എത്ര നാളുണ്ടായിരുന്നു? ഈ ഒരു സഭ 1949 നവംബർ 26 വരെയായിരുന്നു ഈ സഭ പ്രവർത്തിച്ചത്. കാരണം എന്താണ്? അന്ന് നമ്മുടെ ഭരണഘടന എന്താണ് നിലവിൽ വന്നു എന്ന് പറയാൻ പറ്റില്ല, അന്നാണ് ഭരണഘടന ഉണ്ടായതെന്ന് പറയാം അല്ലെ. അത് കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് നിലവിൽ വരുന്നതാണ് 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടന ദിനം എന്ന് പറയുന്നത് നവംബർ 26 അപ്പൊ അന്ന് വരെയാണ് 1949 നവംബർ 26 വരെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ് അവരുടെ പ്രവർത്തിപ്പിച്ചത്. ഓക്കെ, അത്രയും നാൾ വരെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇനി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു സഭയുടെ അന്നത്തെ താൽക്കാലിക ചെയർമാൻ. അപ്പോ എന്താണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ? നമുക്കറിയാം ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എന്നാന്ന് പറഞ്ഞു? 9 ഡിസംബർ 9 1946. അന്നത്തെ നമ്മുടെ ഒരു താൽക്കാലികമായിട്ട് ഒരു അധ്യക്ഷൻ തെരഞ്ഞെടുത്തു. അദ്ദേഹമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഇനി 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സഭയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. പിന്നെ സ്ഥിരം പ്രസിഡന്റ് അതാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹമാണ് ഇലക്റ്റഡ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും അദ്ദേഹത്തിന്റെ പേരാണ് എഴുതുക. ആദ്യത്തെ പ്രസിഡന്റ് എപ്പോഴും സച്ചിദാനന്ദ സിൻഹയാണ്. അല്ലെങ്കിൽ താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുന്നത് 1946 ഡിസംബർ 11 ആണെന്ന് കൂടി ഓർത്തിരിക്കാം. കിട്ടിയല്ലോ. ഇനി സഭയുടെ നിയമ ഉപദേഷ്ടാവ് ശ്രീ BN റാവു ആയിരുന്നു. പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റിന്റെ അസംബ്ലിയുടെ എന്താണ് അഡ്വൈസർ, എന്താ പറയാ, ലീഗൽ അഡ്വൈസർ എന്നൊക്കെ പറയാം അല്ലെ. നിയമോപദേഷ്ടാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? BN റാവു ആണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് 29 ആഗസ്റ്റ് 1947 സഭ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു കരട് കമ്മിറ്റി രൂപവൽക്കരിച്ചു. അപ്പൊ 1947 ഓഗസ്റ്റ് 29 ഒരു കരട് രൂപത്തിൽ, അതായത് ഒരു കരട് രൂപത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട്, ഓക്കെ, അങ്ങനെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ. അപ്പൊ ആ ഒരു കമ്മിറ്റിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി.
ഓക്കെ. അപ്പൊ ഈ ആഗസ്റ്റ് 1947 ആഗസ്റ്റ് 29 തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നത്. ഓക്കെ. അത് പിന്നെ നിയമോപദേശകൻ പറഞ്ഞു അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു BN റാവു ആയിരുന്നു ലീഗൽ അഡ്വൈസർ, അല്ലെങ്കിൽ എന്താണ് നിയമോപദേശകൻ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഉപദേശകൻ ആരായിരുന്നു? BN റാവു ആയിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടന എന്ന ദൗത്യം പൂർത്തിയാക്കാൻ ഏകദേശം 2 വർഷം 11 മാസം 18 ദിവസം വേണ്ടി വന്നു. ഓക്കെ. 18 എന്നുള്ളത് ചിലപ്പോൾ 17 എന്നും ഓപ്ഷനിൽ കാണാം കേട്ടോ. അപ്പൊ ഏതാന്ന് വെച്ചാൽ എഴുതാം. 2 വർഷവും 11 മാസവും 17 ദിവസം അല്ലെങ്കിൽ 18 ദിവസമാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നത്. ആകെ 165 ദിവസത്തോളം നീണ്ട ചർച്ചകൾ സഭയിൽ വേണ്ടി വന്നു. ഓക്കെ. ഇവയിൽ 114 ദിവസവും കരട് ഭരണഘടനയുടെ ചർച്ചയായിരുന്നു. അപ്പൊ എന്താണ്, 165 ദിവസത്തോളമാണ് ഈ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയില് ചർച്ചകൾ നടന്നത് 165 ദിവസമായിരുന്നു. അതില് 114 ദിവസവും കരട് ഭരണഘടനയുടെ ചർച്ചയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. കരട് ഭരണഘടനയിൽ 7635 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യൊരു കരട് ഉണ്ടാക്കും, ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ അതില് ഇങ്ങനെ പലരോടും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അന്ന് തന്നെ 7635ഓളം ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2437 ഭേദഗതികൾ തീരുമാനിക്കപ്പെട്ടു. അതിൽ തന്നെ 2437 ഭേദഗതികൾ തീരുമാനിക്കപ്പെട്ടു. ഭരണഘടനയുടെ ആദ്യ പകർപ്പ് 1948 ഫെബ്രുവരി 28 പ്രസിദ്ധീകരിച്ചത്. അപ്പം ഭരണഘടന നമ്മുടെ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ 1947 ഓഗസ്റ്റ് 29 തീയതി എന്തുണ്ടായിരുന്നു പറഞ്ഞു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവർക്കാണ് നേതൃത്വം കൊടുത്തത് ഒരു കരട് രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതിൽ ലീഗൽ അഡ്വൈസർ ഒക്കെ ആയത് ആരായിരുന്നു എന്ന് പറഞ്ഞു, നമ്മുടെ BN റാവു ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഭരണഘടനയുടെ ആദ്യത്തെ ഒരു പകർപ്പ് അവർ ഡ്രാഫ്റ്റ് ചെയ്തു. എന്നിട്ട് 2 വർഷം 11 മാസം 17 ദിവസമാണ് എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ 1948 ഫെബ്രുവരി 28 ഡേറ്റ് ശ്രദ്ധിക്കുക കേട്ടോ, അതിനാണ് ഭരണഘടനയുടെ ആദ്യത്തെ പകർപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ. ഇനി 1949 നവംബർ 26 ഘടകസഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ച ഭരണഘടന അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ഒരു അംഗീകാരം അപ്പൊ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിലേക്ക് ഇത് പോയി. ഓക്കെ. പൊതുജനങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഈ ഒരു ഭരണഘടന ഇതായി. എന്നിട്ട് വീണ്ടും ഭേദഗതികളൊക്കെ വന്നു. അങ്ങനെ അവസാനമായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുള്ള ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26 തീയതിയാണ്. ഓക്കെ. ഇതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും നവംബർ 26 തീയതി ഇന്ത്യയിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നവംബർ 26 നമ്മുടെ നിയമദിനമാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം എത്ര നാൾ തുടർന്നു എന്ന് പറഞ്ഞു, 1946 നവംബർ 26 വരെയാണ് തുടർന്നത്. അന്നാണ് ഒരു അംഗീകാരം ലഭിക്കുന്നത് നമ്മുടെ ഡ്രാഫ്റ്റിന്. ഓക്കെ. ഇത്ര കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനയിൽ സഭയുടെ അംഗങ്ങൾ ഒപ്പുവെക്കുന്നത് 1950 ജനുവരി 24 ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു സഭയുടെ അംഗങ്ങള് നമ്മുടെ ഭരണഘടനയിൽ ഒപ്പുവെക്കും അല്ലെ. ആ ഒപ്പുവെക്കുന്നത് 1950 ജനുവരി 24 തീയതിയാണ്, റിപ്പബ്ലിക്കിന് 2 ദിവസം മുമ്പ്. ഓക്കെ. തുടർന്ന് ഭരണഘടനാ പ്രഖ്യാപനവും ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തത് 1950 ജനുവരി 26 അപ്പൊ ഓരോ പോയിന്റും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക, കാണാണ്ട് പഠിക്കണ്ട കേട്ടോ, കേട്ടാ മതി കഥ പോലെ. അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകരിച്ചു എന്ന് പറഞ്ഞു. എന്നാണ് 1949 നവംബർ 26 തീയതി. ഓക്കെ. അപ്പൊ അത് എല്ലാ അംഗങ്ങളും ഒപ്പുവെക്കേണ്ടേ ഒരു സംഭവം, ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അത് ഒപ്പുവെച്ചത് എന്നാണെന്ന് പറഞ്ഞു, റിപ്പബ്ലിക്കിന് ഒരു 2 ദിവസം മുമ്പ്, അതായത് 1950 ജനുവരി 24 തീയതി. അങ്ങനെ ഒപ്പുവെച്ചിട്ട് ഇത് പ്രാബല്യത്തിൽ വരുന്നത്, നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26 ഇതിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ജനുവരി 26 തീയതി ഇന്ത്യ റിപ്പബ്ലിക് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത്. ആരോട് ചോദിച്ചാലും നമുക്ക് സ്വാതന്ത്ര്യദിനം എന്നാ സ്വാതന്ത്ര്യം കിട്ടിയോണ്ടാണെന്ന് പറയാം അല്ലെ. പക്ഷെ ഒരാളോട് പെട്ടെന്ന് എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഉത്തരം അറിയില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക്കായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ. ഇനി ഘടകസഭയുടെ അന്തിമ അംഗീകാരം ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 395 വകുപ്പുകളും 8 പട്ടികകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ 8 പട്ടികകളും 395 വകുപ്പുകളും മാത്രമാണ് ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ
ആദ്യം ഈ ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ, ഓക്കെ, ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ ഇത്ര ആർട്ടിക്കിൾസ് 395 ആർട്ടിക്കിൾസും 8 പട്ടികകളും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എത്രയാണ് 444 വകുപ്പുകൾ 12 പട്ടികകളായി, പിന്നെ 25 പാർട്ടായി. പണ്ട് 22 ഇപ്പൊ 25 പാർട്ടോളായി അല്ലെ, അങ്ങനെയും വന്നു. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാനായിട്ട് വഴിയുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഏറ്റവും അധികം ഭേദഗതികൾക്ക് വിധേയമായിട്ടുള്ള ഭരണഘടന ഇന്ത്യയുടെ തന്നെയാണ്. കാരണം എന്താണ്, നമുക്കൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലുത് ആരുടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്ക് ആലോചിച്ചാൽ മതി അല്ലെ, കുറെ അധികം ഭരണഘടനാ ഭേദഗതികൾ വന്നിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളൊരു ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ 13ഓളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി തന്നെയാണ്. ഓക്കെ, പിന്നെ പലതരം കമ്മിറ്റികളുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ലോകത്തിലെ ലിഖിതമായ ഭരണഘടനകളിൽ ഏറ്റവും ദീർഘമായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ലിഖിത ഭരണഘടനയിലെ ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ്. 25 ഭാഗങ്ങൾ, 470 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ. ഓക്കെ, നമുക്ക് എത്രയുണ്ട്? 25 ഭാഗങ്ങളുണ്ട്, പാർട്ടുകളുണ്ട്, 470ഓളം ആർട്ടിക്കിൾസ് ഉണ്ട്, 12 ഷെഡ്യൂളുകളുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ പ്രകാരം ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് നമ്മുടേത് അല്ലെ. എല്ലാവർക്കും ഒരു 6 മൗലിക അവകാശങ്ങളുണ്ട് അല്ലെ, അപ്പൊ അത് ഉറപ്പു നൽകുന്നുണ്ട്. ഒരു ജനാധിപത്യ പ്രതിനിധി സഭയുടെ ഭരണം രൂപവൽക്കരിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിയമനിർമ്മാണ സഭയിലാണ് ഭരണഘടനാ ഭേദഗതികളൊക്കെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ജനാധിപത്യ പ്രതിനിധി സഭയുടെ ഭരണം രൂപവൽക്കരിച്ചിട്ടുണ്ട്. ജനാധിപത്യമാണ് അല്ലെ നമുക്ക് നടക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമനിർമ്മാണ സഭയിലാണ് ഭരണഘടനാ ഭേദഗതികളൊക്കെ അധികാരപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഭരണഘടനയ്ക്ക് ഭേദഗതികൾ വരുത്തണമെങ്കിൽ അത് പാർലമെന്റ് ആണ്. പാർലമെന്റിൽ ഇരിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവരാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കാം. പിന്നെന്താണ്, പരമാധികാരം ഉണ്ടായിരുന്ന വ്യത്യസ്ത സംസ്ഥാനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഓക്കെ, പല പല സംസ്ഥാനങ്ങളെ ഒരു കുടക്കീഴിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിച്ചു. ഇന്ത്യയെ ഒരു മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയാണ് അല്ലെ, സെക്യുലർ ആണ്, മതേതരത്വമുള്ളത് അല്ലെ, മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രായപൂർത്തിയായവർക്ക് 18 വയസ്സ് തികഞ്ഞവർക്ക് ഓക്കെ സമ്മതിദാന അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട്. വോട്ടവകാശം 18 വയസ്സ് തൊട്ട് നമുക്ക് എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട്. ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥിതി നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു സ്വതന്ത്രമായിട്ടൊരു നീതിന്യായ വ്യവസ്ഥ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ നമുക്ക് ഇടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.